ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ ജോലിയെന്ന്. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ. ഓക്കെ, വീഡിയോസ് ഇടുന്നത് കാണുമ്പോൾ കമൻസിൽ വരാറുണ്ട് അങ്ങനെയൊക്കെ, നിനക്കൊന്നും വേറെ പണിയില്ലേന്ന്. അപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി വയറിങ്ങിൻ്റെ പണിയാണ്, വയറിങ് പ്ലംബിങ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്ക്, ചെറിയൊരു വർക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പുറത്തെ സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് കൂടെ തന്നെ വർക്ക് എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമില്ല. ഓക്കെ, നമ്മൾ കൂലിക്ക് പണിയെടുക്കുന്നതാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ വർക്ക് എടുത്ത് കൊടുക്കണം. ഇവിടെ പിന്നെ ആ ഒരു സീനില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന വർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കെ, ഇതൊരു ബെഡ്റൂമാണ്. ഓക്കെ, ഈ ബെഡ്റൂമിനകത്ത് കാര്യമായിട്ട് വർക്കൊന്നുമില്ല. ഇതിനകത്ത് വരുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സീലിംഗ് ചെയ്യണം. സീലിങ്ങിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ചെരിഞ്ഞിട്ടുള്ള ഒരു റൂമാണ് സീലിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് സീലിംഗ് ചെയ്യും, ജിപ്സം സീലിംഗ് ചെയ്യും. ഇത് ഹോള്. ഓക്കെ, ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണിത്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് വർക്കൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് വർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഹാളിനകത്ത് ഒരു DB സെറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോഴത്തെ വർക്ക്. ഇതിപ്പോൾ രണ്ടാമത്തെ നിലയാണ്. അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് ഇവിടെ ഏത് വഴിയാണോ മുകളിലത്തെ നിലയിലേക്ക് ഇലക്ട്രിക് സപ്ലൈ എത്തുന്നത് ആ ഒരു ലൈനിൽ വേണം നമ്മൾ DB സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, വീട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത്. ഇത് അഴിച്ചു നോക്കിയിട്ടില്ല. അഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിലേക്കാണ് സപ്ലൈ വരുന്നത്, ഈ സ്വിച്ച് ബോർഡിലേക്ക് വന്നതിന് ശേഷമാണോ ബാക്കിയുള്ള റൂമിലൊക്കെ സപ്ലൈ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിൽ വന്നിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു DB സെറ്റ് ചെയ്യും. അതിനുശേഷം ഈ സെറ്റ് ചെയ്യുന്ന DBയിൽ നിന്നും താഴത്തെ DBയിലേക്ക് ഒരു 4mm വയറിട്ടിട്ട് ഈ DBൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള റൂമിലേക്കൊക്കെ സർക്യൂട്ട് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഓക്കെ, മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിലും കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ല. ഇതിലും സീലിങ്ങിൻ്റെ വർക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇതും ചരിച്ചിട്ടുള്ള ഒരു സീലിംഗാണ്. ഓക്കെ, ഇതിനകത്തും സീലിംഗ് വർക്കൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ വീടൊന്ന് കാണിച്ചു തരാം. സീലിങ്ങിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, നന്നായിട്ട് ലീക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഓട് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ലീക്ക് ആയതുകൊണ്ട്. ഓക്കെ, ഇത് സിറ്റ് ഔട്ട്. ഇതാണ് ഈ വീടിൻ്റെ പുറം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വർക്കിലേക്ക് കടക്കാം. ഓക്കെ, ഈ സ്വിച്ച് ബോർഡിലല്ല, ഈ സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് താഴെ നിന്ന് വരുന്ന വയറാണിത്. സപ്ലൈ ഉണ്ട് ഇതിൽ, നിങ്ങളിങ്ങനെ കൈയിടാനൊന്നും പോകരുത്. അപ്പോൾ ഇത് താഴെ നിന്ന് വരുന്ന വയറാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ താഴെ നിന്ന് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഈ വയർ റിട്ടേൺ ഇങ്ങോട്ട് വലിക്കും. താഴത്തെ DBയിൽ നിന്ന് അഴിച്ചിട്ട് ഈ വയർ മുഴുവൻ റിട്ടേൺ ഇവിടെ വലിച്ച് അതിന് മുകളിലൊരു ബോർഡുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡിലേക്ക് വലിച്ചിടും കംപ്ലീറ്റ് വയർ. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ DB വെക്കും. ഓക്കെ, ഇതിന് മുകളിലായിട്ടാണ് DB വരുന്നത്. അതേ പൈപ്പിൽ അടുത്ത് വരാൻ
ഫാൻസി ആക്കാൻ പറ്റുള്ളൂ. ഫാൻസി ഒക്കെ സിറ്റൗട്ട് 4 ഒക്കെയുണ്ട്. ഓക്കെ, ആ വയർ മുഴുവൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ളതും പോയിട്ടുള്ളതായിട്ട് എല്ലാ വയറും വലിച്ചു. ഇനി ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് മുകളിലൊക്കെ ഒരു 3 പൈപ്പ് പോകുന്നുണ്ട്. ആ 3 പൈപ്പ് പോകുന്ന ആ ഒരു ലൈനിലാണ് ഇനി DB ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എല്ലാ റൂമിലേക്കുള്ള സർക്യൂട്ട് ഈ ഒരു ബോർഡ് വഴിയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ DB വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് മുഴുവൻ ഈ DBയിലേക്ക് എത്തും. നീളം പ്രശ്നമില്ല, നമ്മൾ വയർ മാറ്റിയിടേണ്ട ആവശ്യമില്ല. ആകെ വയർ ഇനി അധികമായിട്ട് ഇടേണ്ടത് ഈ ഒരു DBയിലേക്ക് താഴത്തെ DBയിൽ നിന്നും ഒരു 4 SQMൻ്റെ വയർ വലിച്ചിടണം. അത് മാത്രമാണ് അഡീഷണൽ വയർ ഇടാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട, കറണ്ട് ഉണ്ടാവും, ഷോക്ക് അടിക്കും. നമ്മളിപ്പോൾ ലൈനൊന്നും ഓഫ് ചെയ്യാതെയാണ് പണിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ താഴത്തെ DBക്കകത്ത് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ മാറ്റി കൊടുക്കാനുണ്ട്. അതിപ്പോൾ കുറച്ച് പണിയുണ്ട്. അതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടെ DB വെക്കുന്നത് കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ താഴത്തേന്ന് ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പറ്റുകയാണെങ്കിൽ ഇവിടെ DB കട്ട് ചെയ്തതിന് ശേഷമുള്ള വ്യൂ കാണിച്ചു തരാം. Set your place on fire. Let's get higher. Put a little bit of shit. Put a little bit of shit. Put a little bit of shit. ഓക്കെ, അപ്പോൾ ഈ റൂമിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ തന്നെ വരും, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബെഡ് സ്വിച്ച് വരുന്നത് ഇവിടെയായിട്ടായിരുന്നു.
അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബെഡ് സ്വിച്ചിനെ മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടത്തേക്ക് വരണം. അതുപോലെ ഇവിടെയുള്ള ഈ ഒരു പ്ലഗ് നേരെ എടുത്തിട്ട് ഈ ഒരു ബെഡ് സ്വിച്ച് വരുന്ന സ്ഥാനത്തേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ മുകളിൽ സീലിംഗ് വർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമായിട്ട് അതിലേക്ക് വയർ പോകാനുള്ള വയർ നമ്മൾ അവിടുന്ന് നേരെ ഈ ഒരു ബോർഡിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ഇവിടത്തേക്ക് 2 വേ ആക്കുന്ന സമയത്ത് എന്താവണം, നമ്മുടെ മെയിൻ ബെഡ് സ്വിച്ച്, ഈ ഒരു മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മുടെ ബെഡ് സ്വിച്ചിലേക്ക് ഒരു പൈപ്പ് വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വയർ 2 വേയുടെ വയർ വരാനായിട്ട്. അതിലിപ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് വന്ന പൈപ്പ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ പൈപ്പിനെ കട്ട് ചെയ്തിട്ട് ഇതുവഴി അടിയിലൂടെ തന്നെ നേരെ പോയിട്ട് ഈ ഒരു ബോർഡിലേക്ക് കയറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ DBക്കുള്ള കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വരുന്ന പൈപ്പ് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ DB സിമെൻറ്റിൽ ഉറപ്പിച്ചതിന് ശേഷം കപ്ലിംഗ് ഇട്ടിട്ട് ഈ ഒരു DBയിലേക്ക് പിടിക്കും. മുകളിൽ കാണുന്ന ഈ വയറൊക്കെ സർക്യൂട്ട് വരുന്ന ഓരോ റൂമിലേക്കുള്ളത് അത് ഈ DBയിലേക്ക് എടുക്കണം. DBയിൽ നിന്ന് താഴത്തെ DBയിലേക്ക് ഒരു സർക്യൂട്ട് ഇട്ടിടണം. ഓക്കെ, അപ്പോൾ ഈ റൂമിനകത്ത് കുറച്ച് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാനുണ്ട്. പൊടിവാറി പണിയാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് DB സെറ്റ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, your place on fire. Let's get higher. I'm gonna set your place on fire. Let's get higher. I'm gonna set your place on fire. Let's get higher. ഓക്കെ, ഇതാണ് ലാസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ DB. ഓക്കെ, DB സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഹാവൽസിൻ്റെ DB ആണ്. ഓക്കെ, ഹാവൽസിൻ്റെ DBക്ക് മാർക്കിംഗ് ഉണ്ടാവും. ഈ ഒരു കോർണറിലും ഈ ഒരു കോർണറിലും 2 കട്ടിങ്ങും ഉണ്ടാകും. അപ്പോൾ ഒരു കട്ടിങ് എന്ന് പറയുന്നത് ഈ തേപ്പ് പണി കഴിയുന്നതിന് മുന്നേ വെക്കുമ്പോൾ ആ ഒരു കട്ടിങ്ങിന് കണക്കായിട്ട് വേണം വെക്കാൻ. അതായത് ഫിനിഷിങ്ങിൽ ഈ രണ്ടാമത്തെ കട്ടിങ് കവർ ആവണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ DB സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തേപ്പ് ഫിനിഷായ വീടായതുകൊണ്ട് ഈ ഒരു കട്ടിങ് മാത്രം പുറത്ത് വെച്ചിട്ട്, അതായത് ഒരു ഇത്ര വലുപ്പം പുറത്തേക്ക് വരണം. അതാണ് ഇതിൻ്റെ കണക്ക്. എന്നാലേ കവർ ഇടുമ്പോൾ അത് സെറ്റായിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ DB സെറ്റ് ചെയ്തു. അതിനകത്തേക്ക് ആ ഒരു 3 പൈപ്പ് താഴെയും
ഉണ്ട്. അതുപോലെ തന്നെ 2 പൈപ്പ് താഴെയുണ്ട്. ഈ 2 ഇഞ്ച് നേരെ വന്നിട്ടുണ്ടായിരുന്ന ആ 1 ഇഞ്ചാണ്. താഴോട്ടേക്ക് 2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് 2 ഇഞ്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ വയറുകളൊക്കെ ഇവിടെ എത്തിക്കണം. അതുപോലെ ഇതിനകത്ത് താഴത്തെ DBയിലേക്ക് വയർ എത്തിക്കണം, താഴത്തെ സ്വിച്ച് ബോർഡിലേക്കും അതിൻ്റെ വയർ എത്തിക്കണം. ഓക്കെ, ഇനി ഈ ഒരു റൂമിൽ വർക്കൊന്നും ഇല്ല എന്നായിരുന്നു ഞാൻ കാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഹൗസിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്വിച്ച് ബോർഡ് ഉള്ളതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒരു സ്വിച്ച് ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അഡീഷണൽ ഒരു പ്ലഗ് കാണണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അവിടെ ഒരു പ്ലഗ് കൂടി കാണണം, ഒരു സ്വിച്ച് ബോർഡ് കൂടി കാണണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിനകത്തും അതേപോലെ തന്നെ സെയിം പരിപാടി ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു റൂമിനകത്ത് ഞാനിപ്പോൾ രാവിലെ മുതൽ ഞാൻ ഈ റൂമിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ താഴെ DBയിൽ ചെറിയൊരു കറപ്ഷൻ ഉണ്ടായിരുന്നു, ചെറിയൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടില്ല. ഞാനതിന് ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ DB സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ താഴത്തെ വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ താഴെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലോങ് സൈറ്റിൽ നിന്നിട്ടാണ് ഫോൺ വെച്ചത്, ക്യാമറ വെച്ചത്. അപ്പോൾ DBക്കകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അത് നേരിട്ട് കാണിച്ചു തന്നിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ബോക്സ് ഫിക്സ് ചെയ്യണം. അതുപോലെ പൈപ്പ് കൂടി ഇട്ട് ഇതൊക്കെ പ്ലാസ്റ്റർ ചെയ്ത്, അതായത് തേച്ച് അടച്ച് സിമെൻറ്റ് ഉപയോഗിച്ച് അടച്ച് ഫിനിഷായി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വർക്ക് തൽക്കാലത്തേക്ക് കംപ്ലീറ്റ് ആവും. അതിനുശേഷം വയറിട്ട് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ തേപ്പ്, ഈ അടവ് വരെ മാത്രമുള്ള അടച്ച് ഫിനിഷാക്കുന്ന പോലെയുള്ള വർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇതിപ്പോൾ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴത്തായിട്ട് ഒരു ബോക്സ് കൂടി വരും. അതൊരു ജസ്റ്റ് ഒരു ഫുട്ട് ലാമ്പ്, ഇനി അതല്ലെങ്കിൽ നൈറ്റ് ലാമ്പായിട്ടാണ് ആ ഒരു ബോക്സ് വെച്ചിട്ട്. ഇത് ബെഡ് സ്വിച്ചാണ്. ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഒരു ബെഡ് സ്വിച്ച് വരുന്നുണ്ട്. കുത്തനെ മുകളിലോട്ട് 2 പൈപ്പ് പോകുന്നുണ്ട്. ഒരു പൈപ്പ് സീലിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഒരു ബോർഡിനകത്തുനിന്ന് ഒരു പൈപ്പ് വരുന്നുണ്ടായിരുന്നു. ആ പൈപ്പിനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് ഇറക്കും. അതുപോലെ ഇവിടെ ഒരു ബോർഡ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ബോർഡിനെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ അടച്ച് ലെവലാക്കി വിടും. അതൊന്നും വെക്കില്ല. ഈ ഒരു ബോർഡിനകത്തേക്ക് ഒരു പൈപ്പ് ഇറങ്ങുന്നുണ്ട്. ഈ പൈപ്പിനെ അവിടെ പൊട്ടിച്ചിട്ട് ഒരു ബെൻഡിട്ട് വെക്കും. അതായത് ഇവിടെ ഇങ്ങനെ ബെഡ് വരുമ്പോൾ ഒരു ലൈറ്റ് അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇത് ആദ്യത്തെ ബെഡ് സ്വിച്ചാണിത്. അതിനകത്ത് നിന്നും താഴെ ഒരു നൈറ്റ് ലാമ്പ് ഉണ്ടായിരുന്നു. ആ ലാമ്പ് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് അടച്ച് അതിന് ലെവലാക്കി വിടും. അപ്പോൾ ആ നൈറ്റ് ലാമ്പിലേക്ക് ഇറങ്ങിയ പൈപ്പിനെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു രണ്ടാമത് ഇപ്പോൾ നമ്മൾ പുതുതായിട്ടിട്ട ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ അതിന് ആ ഒരു ബോർഡിൽ നിന്ന് പുറത്തേക്ക് തുറന്ന് വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ AC-യുടെ ഔട്ട്പുട്ടാണത്. AC-ക്ക് ഔട്ട് പോകുന്നത് ഈ ഒരു സൈഡാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡ് നമുക്ക് വെക്കാമായിരുന്നു, കാരണം ബെഡ് സ്വിച്ച് ഈ സൈഡാണ്. ഇവിടെ നിന്ന് വെക്കുന്നതായിരിക്കും അടുത്ത്. നമ്മുടെ AC-യുടെ യൂണിറ്റും അതിലേക്ക് വയർ എത്തിക്കാൻ ഏറ്റവും അടുത്ത് ഈ ഒരു സ്ഥലത്ത് നിന്ന് തുറന്നു വിടുന്നതായിരുന്നു. പക്ഷേ പുറത്ത് നല്ല വെയിലുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ആ ഒരു സൈഡ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ആരും കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇട്ടിട്ടില്ല. നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പുറത്തേക്കാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വർക്ക്. വീഡിയോ കൂടി എടുത്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ വർക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ക്യാമറയുടെ ആംഗിൾ സെറ്റ് ചെയ്യണം. പിന്നെ സ്റ്റോറേജ് ഫുള്ളായി പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡാവില്ല, അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഫോണിൻ്റെ നമ്മുടെ ക്യാമറയുടെ പിന്നാലെ നടക്കും. അതിൻ്റെ കൂടെ വർക്കും കൂടി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് വിചാരിച്ചത്ര പണി നീങ്ങില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് ഇത്ര മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ദിവസം പണി തീർന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറി പോകാൻ റെഡിയായി. പിന്നെന്താ, ഇന്ന് ജസ്റ്റ് ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്, അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു DB സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര മാത്രമേ ഞാൻ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഒരു DB സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരിക. അതുപോലെ തന്നെ എൻ്റെ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഈ 2 കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.